എൻ്റെ സഹോദരിയുടെ പേര് അശ്വതി എന്നാണ്. അദ്ദേഹം ടോക്കച്ച് സ്കൂൾ ടോക്കച്ച് റെസിഡൻസ് സ്കൂൾ പുനലൂരിലെ അധ്യാപികയാണ്, മാത്സ് അധ്യാപികയാണ്. മാത്സ് അധ്യാപികയാണ്. എൻ്റെ സഹോദരിയുടെ ഭർത്താവ്, അതായത് അളിയൻ, ഒരു 3:15 കൂടി സഹോദരിക്ക് ഷർദിൽ വന്നിട്ടുണ്ടെന്ന് പറയും. ട്യൂഷൻ പഠിക്കുന്ന സമയത്ത് ഷർദിൽ വന്നിട്ടുണ്ട്. ദീപാവലി ദിവസമാണ്, ട്യൂഷൻ എടുക്കുന്ന ആളാണ്. ട്യൂഷൻ സമയത്ത് ഷർദിൽ വന്നതെന്ന് പറഞ്ഞിട്ട് 3:15 അറിയിക്കുകയും ഞാനും അമ്മയും താമസിക്കുന്നത് കുളത്തൂപ്പുഴ എന്നുള്ള പ്രദേശത്ത്. അവിടെ നിന്ന് ഞാൻ തിരിച്ച് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്തു. ഇങ്ങനെ ഏകദേശം ഈ 4:30 4:45 ഞാൻ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ആ സമയത്താണ് എൻ്റെ സഹോദരിയെ കണ്ടത്. ബോധമില്ലാതെ എൻ്റെ സഹോദരി കാഷ്വാലിറ്റി എന്നാണ് പറഞ്ഞത്, സ്ട്രക്ചറിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്നവരെ നോക്കിയതാണ്. സഹോദരിയുടെ ചുണ്ട് കറുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ പൾസ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പൾസ് തൊട്ടപ്പോൾ എനിക്ക് പൾസിൻ്റെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ എൻ്റെ അമ്മ നേഴ്സായിരുന്നു. അതായത് അമ്മ ഒരു 15 വർഷം മുമ്പ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന നേഴ്സായിരുന്നു. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ ചേച്ചിക്ക് പൾസ് ഒന്നും കിട്ടില്ല, അമ്മ ചുണ്ടൊക്കെ കറുത്തിരിക്കുന്നു, എന്ത് ബോധവുമില്ല. അപ്പം ആ സമയത്ത് ആ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നത് ഒരു ജൂനിയർ ആയിട്ടുള്ള നേഴ്സ്, മെയിൽ നേഴ്സാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, കുഴപ്പമില്ല, 2 മണിക്കൂർ കഴിയുമ്പം ബോധം വരും, അപ്പം നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യും. ഇത് സെഡേഷൻ കൊടുക്കാൻ എന്താ കാരണം? അത് രോഗി കുറച്ച് പാനിക്കായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി, അതുകൊണ്ടാണ് കൊടുത്തത്. CT സ്കാൻ എടുക്കണം എന്ന് പറയും. അപ്പം ഞാൻ ശരി ആയിക്കോട്ടെ, അതുകൊണ്ടായിരിക്കും. അപ്പം എൻ്റെ സഹോദരി ഭർത്താവ് അവിടെ വന്നിട്ട് ഞാനപ്പോൾ CT സ്കാൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അദ്ദേഹം ഡോക്ടറെ കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, CT സ്കാൻ്റെ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതേ തുടർന്ന് ബാക്കി ചെക്കപ്പിന് വേണ്ടി ബ്ലഡ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ജൂനിയർ നേഴ്സ് വന്നിട്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ 4-5 സൂചികളുണ്ട്, ഒരു സിറിഞ്ചും ഉണ്ട്. ഈ സിറിഞ്ചുകളെല്ലാം ഈ രണ്ട് കൈകളിലും മാറി കുത്തി വെച്ചിട്ടും ബ്ലഡ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത്, എന്താ ബ്ലഡ് കിട്ടാത്ത? ബ്ലഡ് പോർട്ട് വല്ലതും ആയിട്ടുണ്ടോ? ബ്ലഡ് ഇല്ല, കുഴപ്പമൊന്നുമില്ല, സെഡേഷൻ്റെതാണ്, അതുകൊണ്ടായിരിക്കും ബ്ലഡ് കിട്ടാത്തതെന്ന് പറഞ്ഞു. ഇതേ തുടർന്നിട്ട് ഞാൻ അപ്പോൾ എൻ്റെ അളിയനോട് പറഞ്ഞു, അളിയൻ ഇങ്ങനെ പ്രശ്നമുണ്ട്. അളിയൻ ഓടിച്ചെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലേഡി ഡോക്ടറാണ്. അദ്ദേഹത്തെ കാര്യം അറിയിച്ചു. അളിയനോട് പറഞ്ഞത്, കുഴപ്പമില്ല, അത് സെഡേഷൻ്റെ പ്രശ്നമാണ്. അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ സമയത്ത് അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2 കൈകളിലുമായിട്ട് 15 തവണയോളം എൻ്റെ മുമ്പിൽ വെച്ചിട്ട് കുത്തി പരിക്കേൽപ്പിക്കുകയെന്ന് വെച്ചാൽ ഞാനപ്പോൾ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ചെയ്യണത്, നിങ്ങൾക്ക് വർക്ക് അറിയില്ലെന്ന് തന്നെ അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ സത്യാവസ്ഥ പറഞ്ഞു, ഞാൻ ജൂനിയർ ആയിട്ടുള്ള ആളാണ്, എനിക്ക് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് സീനിയർ ആരെങ്കിലും വിളിച്ചു, ഡോക്ടറെയോ നേഴ്സിനെ ആരെങ്കിലും വിളിച്ചുകൂടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിവിടെ സീനിയർ നേഴ്സുണ്ട്, ആ ചേച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞു. ആ ചേച്ചി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നിട്ട് അവരും ഈ സെയിം പ്രവണത തന്നെ, സൂചി എടുത്തിട്ട് 2 കൈയിലും കുത്തി നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം